നമസ്കാരം. ഈ വർഷം വലിയ രീതിയിലുള്ള കോമ്പറ്റീഷൻ വരാൻ സാധ്യതയുള്ള 4 ബിസിനസ് മേഖലകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. കോമ്പറ്റീഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കരുത്. കോമ്പറ്റീഷൻ ഉണ്ടാവുന്നത് ഡെഫിനറ്റ്ലി മാർക്കറ്റിൽ വാങ്ങാനായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ആൾക്കാർ കൂടുതലും ഈ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നതും അതൊരു കോമ്പറ്റേറ്റീവ് ഫീൽഡായിട്ട് മാറുന്നതും ഒരു റെഡ് ഓഷനായിട്ട് മാറുന്നതും. സോ ഇത്തരം സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പയറ്റേണ്ടതായിട്ട് വരും. പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള പല രീതിയിലുള്ള സ്ട്രാറ്റജീസും അവിടെ നമ്മൾ പയറ്റേണ്ടതായിട്ട് വരും. അപ്പം ഇവിടെ 4 ബിസിനസ്സുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ 4 ബിസിനസ്സുകൾ സോർട്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, 2 അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു ട്രേഡ് മാർക്ക് കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് എന്ന് പറയുന്ന ലെവലിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ആശയം, ഒരു ബിസിനസ്സിൻ്റെ ആശയം ഒരു കസ്റ്റമറിൻ്റെ ഒരു സംരംഭകൻ്റെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം സമീപിക്കുന്നത് നമ്മളെയാണ്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നുള്ളത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞൊരു 5-6 മാസമായിട്ട് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വന്നിട്ടുള്ള, ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ കാണുന്ന ബിസിനസ്സുകളെയാണ് നമ്മളിവിടെ സോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്ന്, പെർഫ്യൂം ബിസിനസ്. നമുക്കറിയാം, കോവിഡിന് മുൻപ് നമ്മുടെ നാട്ടിൽ പെർഫ്യൂം ബ്രാൻഡുകൾ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ചുരുക്കം ബ്രാൻഡുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതും വലിയ കമ്പനീസിൻ്റെ ആയിരുന്നു. ചെറിയ ബ്രാൻഡുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും വലിയൊരു വിസിബിലിറ്റി അവർക്ക് കിട്ടിയിരുന്നില്ല. വളരെ ലോക്കൽ മാർക്കറ്റ്സിലായിരുന്നു അവർ പ്ലേ ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഈ പറയുന്ന പെർഫ്യൂം ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും ആളുകളെ ഇത്രത്തോളം ഈ പെർഫ്യൂം ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് ആകർഷിക്കുന്ന ഘടകം? കഴിഞ്ഞ ഒരു 4-5 മാസം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ധാരാളം പെർഫ്യൂം ബിസിനസ്സുകൾക്കുള്ള ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻസ് ഫയൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ഫയൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആളുകളെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന്, ഇത്തരം ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാർ ഒരു കാലത്ത് ക്ലീനിങ് പ്രൊഡക്റ്റുകൾ, ഫിനോൾ പോലുള്ള ഐറ്റംസ് എല്ലാം വിറ്റുകൊണ്ടിരുന്ന, അതിൻ്റെ മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. അവർ ആ ബിസിനസ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് പതിയെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ക്ലീനിങ് പ്രൊഡക്റ്റുകളുടെ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് വളരെ കൂടുതൽ വേണം. കാരണം അത്രയും വലിയ ബോട്ടിൽസ് ആണല്ലോ ഇത് നമുക്ക് ഇറക്കാൻ കഴിയത്തുള്ളൂ. മാത്രമല്ല, ഇത് വലിയ രീതിയിൽ കോമ്പറ്റീഷൻ വന്നു തുടങ്ങി. ഈവൻ ചെറിയ രീതിയിലുള്ള ആൾക്കാർക്ക് പോലും സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് ആണെന്നുള്ളൊരു തോന്നൽ ആൾക്കാർക്കിടയിൽ വന്നിട്ട് അത് പലരും എൻ്റർ ചെയ്യാനായിട്ട് തുടങ്ങി. സോ വലിയൊരു കോമ്പറ്റീഷൻ വന്നു. അപ്പം പതിയെ അത്തരം ആൾക്കാർ ഈ പെർഫ്യൂം ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്തു. ഇവിടെ എൻ്റർ ചെയ്ത സമയത്ത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ബോട്ടിൽസ് ആയിരിക്കും, പക്ഷേ വലിയ രീതിയിലുള്ള മാർജിൻ അവർക്ക് ഏൺ ചെയ്യാനായിട്ട് കഴിയും. മാത്രമല്ല, ഇത് അത്രത്തോളം ഡിഫിക്കൽട്ടി ഉള്ളൊരു മേഖലയല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് പലരും ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നത്. മാത്രമല്ല, കുറച്ചുകൂടി ഒരു പ്രീമിയം ലെവലിൽ സെല് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് കാറ്റഗറി ആയതുകൂടി കൊണ്ട് തന്നെ അവർക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇറങ്ങാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ക്ലീനിങ് പ്രൊഡക്ട്സിൻ്റെ ബിസിനസ് മേഖല അങ്ങനെ ആയിരുന്നില്ല. അത്രത്തോളം ഒരു പ്രീമിയം ലെവലിൽ അത് വിൽക്കാനായിട്ട് കഴിയത്തില്ല. പ്രീമിയം പോയി കഴിഞ്ഞാൽ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്, അതിനപ്പുറത്ത് അത് വിൽക്കാൻ കഴിയത്തില്ല. പെർഫ്യൂം മേഖല അങ്ങനെയല്ല. പെർഫ്യൂം എന്ന് പറയുന്നത് ഒരു ലക്ഷറി പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ലെവലിലും ഇന്ന് മാർക്കറ്റിൽ ഉള്ളതുകൊണ്ട് തന്നെ എത്രത്തോളം പ്രൈസ് വേണമെങ്കിലും ആൾക്കാർക്ക് ചാർജ് ചെയ്യാനായിട്ട് കഴിയും. അതിൻ്റെ മാർക്കറ്റിംഗ് അത്രത്തോളം സ്ട്രോങ് ആക്കിയാൽ മതിയാം, അതിൻ്റെ ബ്രാൻഡിങ് അത്രത്തോളം സ്ട്രോങ് ആക്കിയാൽ മതിയാം. സോ അതാണ് ഈ പറയുന്ന ക്ലീനിങ്, ഈ പറയുന്ന പെർഫ്യൂം ബിസിനസ്സിലേക്ക് ആൾക്കാരെ ആകർഷിക്കുന്ന ഒരു ഘടകം. അതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ ഈ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇനി വരാൻ പോകുന്ന കുറച്ച് വർഷങ്ങളിൽ ഈ പെർഫ്യൂം ബിസിനസ് ചെയ്യുന്നവർ ഫേസ് ചെയ്യാൻ പോകുന്ന വലിയൊരു ചാലഞ്ച് ഉണ്ട്. ആ ചാലഞ്ച് ട്രേഡ് മാർക്ക് മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ അതുമായി കണക്ട് ചെയ്തിട്ടുള്ളൊരു ചാലഞ്ച് കൂടിയാണത്. എന്തിനൊക്കെയാണ് ട്രേഡ് മാർക്ക് സാധാരണ നമുക്ക് എടുക്കാനായിട്ട് കഴിഞ്ഞിരുന്നത്? ഒന്ന്, പേര്, ലോഗോ, അതുപോലെ തന്നെ പാക്കേജിങ്, കവർ ഡിസൈൻ, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം, ബോട്ടിലിൻ്റെ ഷേപ്പ്, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാനായിട്ട് കഴിയും. കാരണം ഇതെല്ലാം നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ മണത്തിന് ഇതുവരെയായിട്ടും ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ റീസെൻ്റ്ലി ഒരു ജപ്പാനീസ് ടയർ കമ്പനി അവരുടെ ടയറിൻ്റെ സ്മെല്ല്, റോസിൻ്റെയോ ജാസ്മിൻ്റെയോ ഒരു സ്മെല്ലായിരുന്നു. ആ റോസിൻ്റെ സ്മെല്ലായിരുന്നു. ആ സ്മെല്ല് അവർ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തു. ഇന്ത്യയിൽ അവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടുകയും ചെയ്തു. അവർ ചെയ്തത് ഈ സ്മെല്ലിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്തു. IIT-യിലെ കുറച്ച് പേര് ചേർന്നിട്ട് സ്മെല്ലിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ഒരു 7 ഡയമെൻഷണൽ സ്പേസിൽ അത് പ്രസൻറ്റ് ചെയ്തിട്ട് ആ ഡോക്യുമെൻ്റ് ആയിരുന്നു ഇവർ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത് മണത്തിനെയും നമുക്ക് ട്രേഡ് മാർക്ക് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കഴിയും. സോ ഇവിടെ സംഭവിക്കാൻ പോകുന്നൊരു വിഷയം, വലിയ കമ്പനീസ് എല്ലാം അവരുടെ സ്മെല്ല്, അവരുടേത് മാത്രമായിട്ടുള്ള ഈ പെർഫ്യൂമിൻ്റെ സ്മെല്ലിന്, ഫ്രാഗ്രൻസിനെ അവർ ട്രേഡ് മാർക്ക് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ആ സ്മെല്ലിനെ കോപ്പി ചെയ്യാനായിട്ട് കഴിയത്തില്ല. അത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻറ്റ്, ട്രേഡ് മാർക്ക് നിയമലംഘനമാകും, ലക്ഷങ്ങളുടെ പിഴ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഡ്യൂപ്ലിക്കേഷൻസ് ഇനിയുള്ള കാലത്ത് നടക്കത്തില്ല, സ്മെല്ല് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ.
സോ ഇത്തരം ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നവർ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്മെല്ലായിരിക്കണം നിങ്ങൾ പെർഫ്യൂമിൽ യൂസ് ചെയ്യേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമതായിട്ട് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ പോകുന്ന ബിസിനസ് ഹോം ബേസ്ഡ് ബൊട്ടീക്ക്, ഹോം ബേസ്ഡ് ജ്വല്ലറി ബിസിനസ്സുകളൊക്കെ ഉണ്ടല്ലോ. ഹോം ബേസ്ഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും ഇത് വീട്ടിൽ തന്നെ ഒന്നില്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഉണ്ടാക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും പ്രൊഡക്റ്റ് പ്രൊക്യൂർ ചെയ്തിട്ട് ഒരു മീഡിയേറ്റർ എന്ന് പറയുന്ന ലെവലിൽ ഇവരുടെ ബ്രാൻഡായിരിക്കും വെക്കുന്നത്, അത്തരത്തിൽ വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാം വഴി അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയാസ് വഴി വിൽക്കുന്ന ഒരു രീതി. അത് ഒരു കാലത്ത് ഒരുപാട് ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഇന്നത് ധാരാളം കൂടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ട് തന്നെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, ഇന്ന് ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ്, എസ്പെഷ്യലി ഇത്തരത്തിലുള്ള ഫാഷൻ പ്രൊഡക്ട്സ് എല്ലാം എത്രത്തോളം നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു അതിനാണ് കാര്യം. അത് ബ്രാൻഡിൻ്റെ വാല്യൂ നിർണ്ണയിക്കുന്നത് പ്രസൻറ്റേഷനിലാണ്. സോ ഇന്ന് പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ധാരാളമുണ്ട്, ധാരാളം ഓപ്ഷൻസ് ഉണ്ട്, അതിനുള്ള ടെക്നിക്സും ടെക്നോളജീസും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ പ്രസൻറ്റേഷൻ മികച്ചതാക്കാൻ കഴിയുന്നതുകൊണ്ട് ഈ സെലിബ്രിറ്റീസ് ഇൻ ദ സെൻസ് സോഷ്യൽ മീഡിയയിലുള്ള മൈക്രോ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് ഇത്തരം ബിസിനസ്സിലേക്ക് ഇന്ന് ധാരാളം എൻ്റർ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ഓൾറെഡി ഒരു ഓഡിയൻസ് ബേസ് ഉണ്ട്. ആ ഓഡിയൻസിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തിക്കാനായിട്ട് ഇവർക്ക് ഈസി ആയിട്ട് സാധിക്കും. സോ ഓൾറെഡി നല്ല ആക്റ്റീവായിട്ടുള്ള ചാനൽസ് ഉള്ളതുകൊണ്ട് തന്നെ. സോ ഇത്തരം ആൾക്കാർ പാരലലി ഇവരുടെ സ്ഥിരമായിട്ടുള്ള കോണ്ടന്റിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് കൂടി ഇവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം ഈ മേഖലയിലേക്കും ധാരാളം ആൾക്കാർ, ധാരാളം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും കടന്നു വരുന്നുണ്ട്. കഴിഞ്ഞൊരു 3-4 മാസത്തിൽ തന്നെ നമ്മളും ധാരാളം ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് ഡയറക്റ്റായിട്ട് ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ജ്വല്ലറി ബിസിനസ് ആൻഡ് ആൾസോ ഡ്രസ്സസ്. അതിൽ ജ്വല്ലറീസ് ഇന്ന് അത്യാവശ്യം കൂടി വരുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ജ്വല്ലറീസ്. ഇത്തരം ക്ലോത്തിങ് അല്ലെങ്കിൽ ജ്വല്ലറി, മറ്റ് ആക്സസറീസിൻ്റെ ബിസിനസ്സിലേക്ക് വളരെ കോസ്റ്റ് കുറഞ്ഞ നിക്ഷേപത്തിൽ തന്നെ ആൾക്കാർക്ക് എൻ്റർ ചെയ്യാനായിട്ട് കഴിയും. കാരണം വലിയൊരു സ്റ്റോക്കൊന്നും കരുതേണ്ട ആവശ്യം വരുന്നില്ല. മാത്രമല്ല ഇത് ചെയ്ത് കൊടുക്കുന്ന, മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്ന ധാരാളം കമ്പനീസ് ഉണ്ട്. അവരിൽ നിന്നും അതും ഹൈ കോമ്പറ്റീഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണത്. അപ്പം അവരിൽ നിന്നും പ്രൊഡക്റ്റ് പ്രൊക്യൂർ ചെയ്യുന്നു. ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുന്നത് ജ്വല്ലറൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതേപോലെ ഇവരുടെ ബ്രാൻഡിൽ ചെയ്യുന്നു. ഇവർ ആമസോണിലോ അല്ലെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം വഴിയോ അത് ലിസ്റ്റ് ചെയ്യുന്നു, വിൽക്കുന്നു. ടെക്നിക്കൽ നോ ഹൗ ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ആർക്കും ഈസി ആയിട്ട് എൻ്റർ ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് മേഖലയാണത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചില ഡിഫിക്കൽട്ടീസ് പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഇന്ന് ഫേസ് ചെയ്യുന്നുണ്ട്. ഇത്തരം ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നവർ ഫേസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഡെഫിനറ്റ്ലി ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻറ്റ്. കാരണം ഇവിടെ ഒരു പ്രോഡക്റ്റ് സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് കാണുന്നത് നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർ മാത്രമല്ല. ഒരു ഷോപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർ മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. പക്ഷേ ഇത് ആമസോണിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തുള്ള ആർക്ക് വേണമെങ്കിലും കാണാനായിട്ട് കഴിയും. സോ നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിനിടുന്ന പേര് മറ്റാരെങ്കിലും ഓൾറെഡി പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഓൾറെഡി ഇതേ പേരിൽ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലോ അവർക്ക് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ലീഗൽ നോട്ടീസ് അയക്കാനായിട്ട് കഴിയും. നിങ്ങളുടെ ബ്രാൻഡിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കഴിയും. നിങ്ങളുടെ പേജിനെ പൂട്ടിക്കാനായിട്ട് കഴിയും. മാത്രമല്ല നിങ്ങൾ അതുവഴി ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കണമെന്നുള്ള ഒരു ഉത്തരവിടാൻ പോലും കോടതിക്ക് കഴിയും. അത്രത്തോളം സ്ട്രോങ് ആണ് ട്രേഡ് മാർക്ക് നിയമങ്ങൾ. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇത്തരത്തിലൊരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ധാരാളം ഓഡിയൻസ് ബേസസ് ഉണ്ടാവും. പക്ഷേ സ്റ്റിൽ നിങ്ങളൊരു പേരിടുന്നതിന് മുമ്പ് ആ പേര് കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ട്, റിക്വയർഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളിലും പ്രൊട്ടക്ട് ചെയ്തതിന് ശേഷം മാത്രം അതിൽ യാതൊരു രീതിയിലുള്ള കോംപ്രമൈസുകൾ നിങ്ങൾ വരുത്തരുത്. എല്ലാ പേരും ലോഗവും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അങ്ങ് ഒരു അബീൽ രൂപത്തിൽ പലരും അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്. എന്നെ കണക്ട് ചെയ്ത് ഞാൻ കൃത്യമായിട്ട് അത് പറഞ്ഞുതരാം. അതിലേക്ക് ഞാൻ കൂടുതൽ എൻ്റർ ചെയ്യുന്നില്ല. സോ ട്രേഡ് മാർക്ക് പ്രൊട്ടക്ഷൻ ഓരോ എലമെൻറ്റ്സും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിന് തന്നെ അത് വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഹൈ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്ന ബിസിനസ്സാണ് ബിസിനസ് കൺസൾട്ടിങ് സ്ഥാപനങ്ങൾ. എന്തുകൊണ്ട് ബിസിനസ് കൺസൾട്ടിങ് സ്ഥാപനങ്ങൾ? 2 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഈ കോവിഡ് സമയത്താണ് കൂടുതലായിട്ടും CA, CMA, CS, ACCA പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകളുടെ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ CA, CMAയുടെയും CS-ൻ്റെ ഒന്നും കോച്ചിങ് സെൻറ്റേഴ്സ്, പ്രൈവറ്റ് കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ വളരെ വിരളമായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഡയറക്റ്റ് ചാപ്റ്റേഴ്സ് ആയിരുന്നു. പക്ഷേ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലെ മുളച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം ഇതിൻ്റെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. സോ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ, ഇത് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാർ പലപ്പോഴും അവർക്ക് ജോലിക്ക് പോകാനായിട്ടുള്ള താല്പര്യമില്ല. സോ അവർ ചെയ്യുന്നത് ഒരു ബിസിനസ് കൺസൾട്ടിങ് സ്ഥാപനം അങ്ങ് ആരംഭിക്കുന്നു.
അങ്ങനെ അവർ അവരുടെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നു. മാത്രമല്ല ഇവിടെ ധാരാളം ആൾക്കാർ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നവർക്ക് ഡെഫിനറ്റ്ലി ലൈസൻസുകളുടെ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടാകും. സോ ഇവരെ സമീപിക്കുന്നു. സോ ഡിമാൻഡ് ഡെഫിനറ്റ്ലി കൂടുന്നുണ്ട്, അതിനനുസരിച്ചുള്ള സപ്ലൈയും ഇവിടെ വർദ്ധിക്കുന്നുണ്ട്. ഇവിടെ ഇവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ബിസിനസ് കൺസൾട്ടിങ് മേഖല എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ജോബ് അല്ല. ക്വാളിഫിക്കേഷൻ മാത്രമല്ല അവിടുത്തെ ഘടകം എന്ന് പറയുന്നത്, അവിടെ എക്സ്പീരിയൻസ് വലിയൊരു ഘടകമാണ്. മാത്രമല്ല എത്ര വർഷം പാരമ്പര്യമുള്ളൊരു സ്ഥാപനമാണ് എന്നുള്ളതും പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം ഒരു ടീമിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രേഡ് മാർക്കിൻ്റെ കാര്യം തന്നെ എടുക്കാം. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഒരിക്കലും ഒരു CA കാരനോ അല്ലെങ്കിൽ ഒരു CMA കാരനോ എടുത്തു കൊടുക്കാൻ കഴിയത്തില്ല. അത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രേഡ് മാർക്ക് ഏജൻസിനോ അറ്റോർണീസിനോ മാത്രം എടുത്തു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല വൺസ് ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് 1.5 വർഷം 2 വർഷം 3 വർഷം ഒക്കെ ഇങ്ങനെ നീണ്ടുപോകും. അപ്പം അത്രയും കാലം ഇത് ഫോളോ അപ്പ് ചെയ്യണം. കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് അവിടെ പ്രയോഗിക്കേണ്ടതുണ്ട്. അവിടെ കുറേ നിയമങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രം ഇത് ഫേസ് ചെയ്യാൻ കഴിയത്തില്ല. അവിടെ ഇത്തരം കേസുകൾ ഫേസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് പല ഇത്തരത്തിലുള്ള പുതിയ ട്രേഡ് മാർക്ക് ഏജൻസീസ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കാത്തത്. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ക്ലയൻറ്റ്സ് നമ്മളെ കംപ്ലയിൻറ്റുകൾ പറയാറുണ്ട്, മറ്റ് സ്ഥാപനങ്ങൾ അത്തരത്തിൽ കോൾ ചെയ്തിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ ഒരു ഡിഫിക്കൽട്ടി ഈ ഒരു മേഖലയിലുണ്ട്. എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ പല സ്ഥാപനങ്ങളും എക്സ്പീരിയൻസ് ഇല്ലാതെ അവർ ഈ ബിസിനസ് കൺസൾട്ടിങ് മേഖലയിലേക്ക് എൻ്റർ ചെയ്യുന്നു. അവസാനം ഇത് റൺ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു, ഇത് ക്ലോസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഇവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ക്ലയൻസിന് പിന്നീട് എന്ത് ചെയ്യും? മറ്റ് ഏജൻസിനെ സമീപിച്ചിട്ട് മാറേണ്ടതായിട്ട് വരും. എല്ലാം വീണ്ടും ആദ്യം സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസ് ഈ ഒരു മേഖലയിൽ ഡെഫിനറ്റ്ലി ഉണ്ട്. മാത്രമല്ല ദർ ആർ സം, ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ബിസിനസ് കൺസൾട്ടിങ് മേഖലയിൽ ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്യും. 10ാം ക്ലാസ് നോക്കിയ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് വേണമെങ്കിൽ ഞാനൊരു ബിസിനസ് കൺസൾട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ മാർക്കറ്റ് ചെയ്യാനായിട്ട് കഴിയും. യാതൊരു തടസ്സവും ഇല്ല, യാതൊരു നിയമ തടസ്സവും ഇല്ല. പക്ഷേ ഇവിടെ ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള റീസെൻ്റ്ലി ഒരു വാർത്ത കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു ദിവസം മുൻപ് വന്നിട്ടുള്ളതാണ്. ട്രേഡ് മാർക്കിൻ്റെ ഒഫീഷ്യൽ സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ മനസ്സിലാവും, അതിനകത്ത് കുറേ സ്ഥാപനങ്ങളുടെ പേര് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രേഡ് മാർക്ക് രജിസ്ട്രി ഈ സ്ഥാപനങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരാരും രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളല്ല. കാരണം ട്രേഡ് മാർക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഒരിക്കലും മറ്റൊരാൾക്ക് ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് കൊടുക്കാൻ കഴിയത്തില്ല. അത് ഏജൻസിനും അറ്റോർണീസിനും മാത്രം കഴിയത്തുള്ളൂ. അപ്പം ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ലീഗൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വളരെ കൂടുതലാണ്. സോ ഈ ബിസിനസ് കൺസൾട്ടിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ലീഗലായിട്ട് കോംപ്ലിക്കേഷൻസ് ഫേസ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. 4ാമത്തെ ഹൈ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ പോകുന്ന മേഖലയാണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്. എന്തിൻ്റെ ഇമ്പോർട്ട് എക്സ്പോർട്ട്? അങ്ങനെയൊന്നുമില്ല, ജനറൽ ആയിട്ടുള്ള ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്. അങ്ങനെയാണ് പലരും നമ്മൾ സമീപിക്കുന്നത്. എന്ത് പ്രൊഡക്റ്റ് എന്ന് ചോദിക്കും, പ്രൊഡക്റ്റ് ഒന്നും ആയിട്ടില്ല, നമുക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യണം, അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേരളത്തിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് സ്പൈസസ് തന്നെയാണ്, ഫുഡ് പ്രൊഡക്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം അതാണല്ലോ ഏറ്റവും കൂടുതൽ ഇവിടെ നമ്മുടെ നാട്ടിലുള്ളത്. ഈ മേഖലയിലേക്ക് എൻ്റർ ചെയ്യുന്ന ആൾക്കാരും ധാരാളം ഉണ്ട്. പക്ഷേ ഇവിടെ അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയേഴ്സിന് കിട്ടണമല്ലോ. അവിടെ മറ്റുള്ള രാജ്യത്ത് ഇത് വാങ്ങാനായിട്ടുള്ള ആൾക്കാരെ കിട്ടണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ടാസ്ക്കാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത്. മാത്രമല്ല ഇവിടുത്തെ പേപ്പർ വർക്കുകളും പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇത്തരത്തിൽ എൻ്റർ ചെയ്യുന്നവർ ഒരു ആവേശത്തിൽ എൻ്റർ ചെയ്യും. പക്ഷേ പലർക്കും ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് എത്താറുണ്ട്. കാരണം കണ്ടെയ്നർ കോസ്റ്റും അങ്ങനെയുള്ള ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഈ പറയുന്ന ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്സിനകത്തുണ്ട്, മേഖലയ്ക്കകത്തുണ്ട്. അപ്പം ഇത് പലർക്കും ഫേസ് ചെയ്യാൻ കഴിയാതെ പാതി വഴിയിൽ വെച്ച് ബിസിനസ് അവസാനിപ്പിച്ചിട്ട് പോകേണ്ട ഒരു അവസ്ഥ, പാതി വഴിയല്ല, ബിസിനസ് പോലും സ്റ്റാർട്ട് ചെയ്യാതെ ബിസിനസ് അവസാനിപ്പിച്ച് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. മറ്റ് ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലാണെന്നുണ്ടെങ്കിലും ഹൈ കോമ്പറ്റീഷനാണ്. മാത്രമല്ല വലിയ രീതിയിലുള്ള ക്രെഡിറ്റ് പീരീഡ് ചോദിക്കുന്നുണ്ട്. 2 മാസമൊക്കെ ഈ പെർഷബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സിനും വെജിറ്റബിളിനും ഒക്കെ ക്രെഡിറ്റ് പീരീഡ് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഇവിടുന്ന് പ്രൊഡക്റ്റ് അങ്ങോട്ടേക്ക് കൊടുക്കുമോ? ഒരിക്കലും കൊടുക്കത്തില്ല. അപ്പം ഇത്തരത്തിലുള്ള കുറേ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ടെക്നിക്കലായിട്ടുള്ള കുറേ ഡിഫിക്കൽട്ടീസ് ഇമ്പോർട്ട് എക്സ്പോർട്ട് മേഖലയിലുള്ളവർ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആൾക്കാർ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നതിൽ യാതൊരു കുറവുമില്ല. പക്ഷേ എൻ്റർ ചെയ്തിട്ടുള്ള എത്ര പേര് സക്സസ്ഫുൾ ആവുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യമാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് സക്സസ്ഫുൾ ആക്കി എടുത്തതിന് ശേഷം മാത്രം വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ടിങ്ങിലേക്ക് കടക്കാനായിട്ട് നോക്കുക. ഇവിടെ ഒന്നുമില്ല, ബേസ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ്ലി കടന്നു കഴിഞ്ഞാൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ ഈ വർഷം വലിയ മത്സരം നേരിടാൻ പോകുന്ന 4 ബിസിനസ്സുകളാണ് പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മത്സരം എന്ന് പറയുന്നത് മോശമായിട്ടുള്ളൊരു കാര്യമല്ല. ഇത്തരത്തിൽ മത്സരം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് പ്രയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പം അത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
മറ്റൊരു വിഷയമായിട്ട് കാണാം. അതൊരു സിജുരാൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.